ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജോസഫ് നടക്കാവുകാരൻ, തൃശ്ശൂർ ദയ ഹോസ്പിറ്റലിലെ ENT സർജനാണ്. നമുക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ പല്ലുവേദന വന്നിട്ടുണ്ടാവാം. പക്ഷേ ഈ പല്ലുവേദന എല്ലാ സമയത്തും പല്ലിന് കേടുള്ളതുകൊണ്ട് മാത്രമായിരിക്കണം നിർബന്ധമില്ല. ചില ENT സംബന്ധമായ അസുഖങ്ങളിലും ഇതുപോലെ നമുക്ക് പല്ലുവേദന വന്നേക്കാം. അതിലേറ്റവും കോമൺ ആയിട്ടുള്ളത് നമ്മുടെ സൈനസ് സംബന്ധിച്ചിട്ടുള്ള ചില അസുഖങ്ങളാണ്. ഈ അടുത്തിടെ ഒരു പേഷ്യന്റ് എൻ്റെ അടുത്ത് വന്ന് അവർക്ക് മുകളിലത്തെ ഈ വശത്തെ പല്ലുകൾക്ക് വേദനയും അതുപോലെ മുഖത്ത് നീര് വരികയും ഒക്കെ ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് അവരെന്നെ കാണുകയും അങ്ങനെ ഞാൻ അവർക്ക് സൈനസിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് നോക്കാനായിട്ട് ഒരു എൻഡോസ്കോപ്പിക് ക്യാമറ ഉപയോഗിച്ച് പരിശോധന നടത്തിയപ്പോൾ അവരുടെ സൈനസിനകത്ത് ഇതുപോലെ ഫംഗസ് അടിഞ്ഞു കൂടിയിട്ടുണ്ടെന്നൊരു ഡൗട്ട് ഉണ്ടായി. അങ്ങനെ അത് കൺഫേം ചെയ്യാനായിട്ട് നമ്മളൊരു CT സ്കാൻ എടുത്തു. CT സ്കാൻ നോക്കുമ്പോൾ CT സ്കാനിനകത്ത് അവരും ഇങ്ങനെ ഒരു ഫംഗൽ സൈനസൈറ്റിസ് ഉള്ളതായിട്ടാണ് റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ എന്താണ് സൈനസൈറ്റിസ്? അത് മനസ്സിലാക്കാനായിട്ട് സൈനസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവണം. സൈനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തെ ഈ എല്ലുകളൊക്കെ പൊള്ളയാണ്. അതായത് അതിനകത്ത് വായു നിറഞ്ഞിട്ടുള്ള ചെറിയ ചെറിയ അറകളെയാണ് ഈ സൈനസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് വായുവിന് പകരം കഫം കെട്ടുക, അല്ലെങ്കിൽ നീര് കെട്ടുക, അല്ലെങ്കിൽ പഴുപ്പ് കെട്ടുക എന്ന അവസ്ഥയിലാണ് സൈനസൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കേസിൽ ഇതൊരു ഫംഗൽ സൈനസൈറ്റിസ് ആണ്. ഫംഗസ് അഥവാ നമ്മുടെ ഈ പൂപ്പല് ഈ സൈനസിനകത്ത് അകപ്പെടുകയും അത് അവിടെ ഇരുന്ന് പെരുകി 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 ഒരു ചെറിയ കട്ട പിടിച്ച ഫംഗസ് ആണ്. ഒരു കണ്ടു കഴിഞ്ഞാൽ ചെളിയുടെ കട്ട പോലെ ഇരിക്കും. അങ്ങനെ കട്ട പിടിച്ചിരിക്കുന്ന ഈ ഒരു അവസ്ഥേനെയാണ് ഈ ഫംഗൽ സൈനസൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പൊ അത് അവിടെ ഇരുന്ന് പെരുകി വികസിച്ച് വരുമ്പോൾ അതിന്റെ പ്രഷർ കാരണം നമുക്ക് മുഖത്ത് വേദന അനുഭവപ്പെടാം, മുഖത്ത് നീര് വരാം, അതുപോലെ ഈ പല്ലുവേദന കാര്യങ്ങളൊക്കെ വരാം. അപ്പൊ ഒരു ഫംഗൽ സൈനസൈറ്റിസ് വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പൂർണ്ണമായിട്ടും ഇതുപോലെ മരുന്ന് കൊടുത്തുകൊണ്ട് മാത്രം ചികിത്സിച്ച് ഭേദാക്കാൻ പറ്റില്ല. ഒരു ചെറിയ പ്രൊസീജിയർ ചെയ്തിട്ട് മൂക്കിലൂടെ പോയിട്ട് ഈ സൈനസ് തുറന്ന് അതിനകത്ത് നമ്മൾ ഈ കെട്ടിക്കിടക്കുന്ന ഈ ഫംഗസിനെ കംപ്ലീറ്റ് നമ്മൾ പതുക്കെ പതുക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകി വൃത്തിയാക്കാൻ മാത്രമാണ് ഈ അസുഖം ഭേദപ്പെടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പല്ലുവേദനയായിട്ട് ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയി കാണുക, എന്നിട്ട് അവര് കണ്ടിട്ട് പല്ലിന് കുഴപ്പമൊന്നുമില്ല, പല്ല് തട്ടി നോക്കിയിട്ടും പല്ലിന്റെ എക്സ്റേ എടുത്തിട്ടും പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് അവർ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ENT ഡോക്ടറെ കൂടി കണ്ട് വേറെ ENT സംബന്ധമായ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, ഇനി ENT അസുഖങ്ങൾ കൊണ്ടാണോ നമുക്ക് പല്ലുവേദന വരുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പോൾ ഈ വീഡിയോനെ തുടർന്ന് ഞാൻ ഇതുപോലെ ഒരു ഫംഗൽ സൈനസൈറ്റിസ് ബാധിച്ച പേഷ്യന്റിന്റെ സൈനസിന്റെ അകത്ത് നിന്ന് ഈ ഫംഗസ് റിമൂവ് ചെയ്യുന്ന രംഗങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഫംഗസ് കണ്ടാൽ എങ്ങനെയിരിക്കും, ഈ പ്രൊസീജിയർ എങ്ങനെയാണ് ചെയ്യണേ എന്ന് കാണാൻ ആഗ്രഹമുള്ളവർക്ക് തുടർന്ന് ഈ വീഡിയോ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് കരുതി ഞാൻ എൻ്റെ ഈ ചെറിയ വീഡിയോ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.